കെട്ടിയാണോ കഴിഞ്ഞല്ലോ. ബാ ചക്കര 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 കേൾക്കാവില്ല അവിടെ. ഭഗവാന്റെ ബാലലീലയാണ് നമ്മുടെ പരിശോധനയിൽ വന്നിരിക്കുന്നത്. എന്തൊരും പെട്ട നമ്മെ മമസാഹസൗദന്ത പ്രതികാരായ പാൽ വെണ്ണകൾ സന്തോഷമോട് നൽകാതെ കണ്ടാർത്തയായി എന്തിനേറ്റം ശ്രമിച്ചു പുനരോർക്കതി സന്തതം സർവജന്തുക്കളാലും പ്രവർത്താന്തസിദ്ധാന്തമെന്തുന്നതൂർക്കേണമേഹന്ത പുനരി വെണ്ണം പറഞ്ഞു മനതെന്താ ആദരങ്ങൾ വെളുത്തേറിയിടിനാൻ ചെന്താമരാക്ഷൻ അധികേട്ടു മാനത്തെ ചിന്തയും കൊണ്ടുവച്ചു ശോധയും ചെറ്റൽ അവനീതവും കൊണ്ടുവന്നുടൻ തെറ്റെന്ന പുത്രൻ മലത്തുകരാമ്പുജയ വച്ചാൽ ആദു കണ്ടു മന്ദപിതാനൻ അച്ഛനുണ്ടി ചൊന്നാൻ ഭവതിക്ക് സിദ്ധമല്ലാകെയുണ്ടായതെന്ത് എന്നോട് കസ്തമുൻ നിന്ന ഗോപിണ്ണ നൽകിയിടിനാൽ മറ്റേതിനെന്ത് തോന്നും രാമൻ ഏതാലമറ്റു നൽകപ്പെടുതേ ക്ഷമാമിയ പുത്രവൈദഗ്ധ്യവാക്യങ്ങൾ ഓരോന്നി വിചിത്രാത്മനാ കേട്ടിയ ചോദയും വിസ്മയിച്ചാരോമനുണ്ണിതൻ കോമള കസ്ത്രമങ്ങിയതിലും വെണ്ണ നൽകിയിടുവാൻ സത്വരം അങ്ങ് തിരിഞ്ഞു നടന്ന നവത്വമൂഷം തന്നെ കരതാരിന് വെണ്ണയും ആസ്വദിച്ച് കൊടുക്കുന്നതൊന്നും പോരാ എന്നുള്ള ഒരു ഭാവത്തിൽ ഭഗവാൻ ഒരു കയ്യിൽ ഭഗവാൻ അമ്മ വെണ്ണ കൊടുത്തപ്പോൾ അടുത്ത കയ്യിലും വേണമെന്നാണ്. അപ്പോൾ വേണ്ടതെല്ലാം ചോദിച്ച് വാങ്ങുന്ന ആവശ്യമുള്ളതെല്ലാം പ്രത്യേകങ്ങളോട് ചോദിച്ച് വാങ്ങുന്ന മഹാശക്തിയാണ് അമ്മ. കൊടുത്തില്ലെങ്കിൽ ഒന്ന് പറയുന്നത് കൊണ്ടുതരാൻ. അപ്പോൾ അത്രയ്ക്കും ചൈതന്യ സ്വരൂപിനി നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾക്കറിയാമല്ലോ എത്രയോ ഐശ്വര്യ സമ്പൂർണമായിട്ടാണ് അമ്മ നമ്മളെ അനുഗ്രഹിച്ച് പൂർത്തീകരിപ്പിച്ച് തന്നത്. എല്ലാ വർഷത്തേക്കാട്ടിലും കൂടുതൽ എല്ലാ അരിയായാലും അതുപോലെ തന്നെ പച്ചക്കറികളായാലും എല്ലാ രീതിയിലും ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് എല്ലാ ആവശ്യത്തിൽ കൂടുതൽ അമ്മ വരുത്തി ഇവിടെ തന്നിരിക്കുകയാണ്. അത് അമ്മയുടെ ഒരു അനുഗ്രഹം. മറ്റുകൂടാതെ അമ്മയുടെ ഭക്തരായിരിക്കുന്ന സജ്ജനങ്ങളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം ഈ എല്ലാ മഹത്തുക്കളായ ജനങ്ങളെയും എൻ്റെ അനുഗ്രഹ പ്രഭാഷണമാക്കിയത് മറ്റു കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന് നിങ്ങൾ പ്രഭാഷണം ചെയ്ത് പറയും. എങ്കിലും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും എല്ലാ സംഘടനകളെയും എല്ലാ മഹൽ വ്യക്തികളെയും സർവീസിൽ അനുഗ്രഹിച്ചിരിക്കുന്നുള്ള ഒരു നല്ല ഭാഗമാണ്. അതും ബാലലീലയാണ്. ബാലലീല യാതൊരു ദുഃഖവും ഇല്ലെന്ന് തന്നെ പറയണമെന്ന്. എന്താവശ്യപ്പെട്ടാലും തരാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണെന്ന്. ഇതാണ് ബാലലീലയുടെ. ഭഗവാൻ എന്ത് ചോദിച്ചാലും അമ്മ കൊടുക്കാനായിട്ട് സ്ത്രീകൾ അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വന്ന ആഗ്രഹം പറഞ്ഞാലും അങ്ങനെ എന്താഗ്രഹിച്ചാലും ആഗ്രഹങ്ങളെല്ലാം സർവീശ്വരി നമ്മൾക്ക് തരാൻ തയ്യാറായി നമ്മളോടൊപ്പം ഈ കൂട്ടത്തിൽ കൊണ്ട് നിൽക്കുന്നു എന്നുകൂടെ കരുതി അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സർവീശ്വര പ്രസാദങ്ങളെ സമർപ്പിക്കുന്നു. ഇനി ഭദ്രദീപം ഉദ്ദേശിച്ച് ശ്രീകോവിൽ സമർപ്പിച്ച് ശ്രീകോവിലിൻ്റെ ദീപാരാധന ചടങ്ങുകളാണ് നടക്കുന്നത്.